ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത് എത്ര സമയം ഒരു ദിവസം ഞാൻ ഡോഗ്സായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതാണ് ജാക്കി. നല്ല അഗ്രസീവായിട്ടുള്ളൊരു ഡോഗായിരുന്നു. നമ്മൾ UP മൊറാദാബാദിൽ നിന്ന് ട്രെയിനിങ്ങിന് കൊണ്ടുവന്നതാണ് അവനെ. അവൻ്റെ പഴയ വീഡിയോകളാണ് കണ്ടത്. ഇപ്പോഴും അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ മസിലിട്ടുണ്ടായിരുന്നു. ഇപ്പം മസിലില്ലാണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തുമ്പോഴും നല്ല ഡിസ്ട്രാക്ഷൻ. ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പിട്ടുണ്ട്. ഇനി ഒരു അപ്കമിങ് വീഡിയോ കൂടി ഉണ്ട്. അതിൽ അവരുടെ ഓണേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അവൻ്റെ ബിഹേവിയറിങ് എങ്ങനെയൊക്കെയാണെന്ന്. ഇന്ന് ഞാനിപ്പോൾ വാഗ്യാനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവനെ കണ്ടിട്ടൊരു 15 ദിവസമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. ഇവരാണ് എൻ്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ അവിടെ ഹൗസിൽ വർക്കൊക്കെ ആയ കാരണം കൊണ്ട് ഒരു മാസം ബോർഡിങ് അടക്കം നമ്മുടെ അടുത്താക്കി. നമ്മൾ 5 to 10 ഡേയ്സാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത് നോർമലി. അവിടെ പോയിട്ട് വാഗ്യാൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പപ്പീസിനിപ്പോൾ 30 ഡേയ്സ് ആയിട്ടുണ്ട്. ഒരു 250 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പുതിയ സ്റ്റുഡൻ്റാണ്, റോസ്കോ. കെയിൻ റോസ് എന്ന ബ്രീഡ്. 4.5 മാസമാണ് പ്രായമുള്ളത് ഇവനിപ്പോൾ. അപ്പോൾ ഇവനായിട്ടാണ് ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, സൂറത്ത്. അപ്പോൾ അവനൊരു ട്രാവലിങ്ങിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സ്ട്രേ ഡോഗ്സും പല ഇതുകളൊക്കെ കാണും. വണ്ടിയിൽ അടങ്ങിയിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഉഷാറാവും. ഒരു 1 ഡേ ട്രിപ്പായിരിക്കും അത്. ഒരു അധിക സമയമില്ല, ഒരു 3 മണിക്കൂറിനുള്ളിലെത്തും. നല്ല ഹൈവേ. അവിടെയുള്ള പരിചയക്കാരാണ്, നമ്മുടെ ഡോഗ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ പോവായ കാരണം കൊണ്ട് വിഷയമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ജാക്കി മാത്രമാണുള്ളത്. ജാക്കിനെ ഇവിടെ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും അങ്ങോട്ട്. അവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസുകളെ കുറിച്ചിട്ടൊക്കെ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളൊന്ന് നോക്കിയോളൂ. അതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മൾട്ടിപ്പിളായിട്ടുള്ള ബിഹേവിയറിങ് ഇഷ്യൂസുകളൊക്കെയാണ്. അഗ്രഷൻ്റെ മൾട്ടിപ്പിൾ ബൈറ്റ് ഹിസ്റ്ററിക്കുള്ള ഡോഗാണ്. വായൊന്ന് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ. റോസ്കോ പേടിച്ചു വാഗിയെ ഒന്ന് വരട്ടിയപ്പോൾ. വാഗ്യാനെ 2 ദിവസമായിട്ട് കണ്ടിട്ടുള്ളൂ, പരിചയമായിട്ടുള്ളൂ. റോസ്കോയ്ക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വട്ടം അവിടെ നിർത്തി. നമ്മളവിടെ നിന്ന് ഒന്ന് ട്രാവൽ ചെയ്തു വീണ്ടും പോവാണ്. വാഗ്യ, റോസ്കോ എല്ലാവരും കിടന്നു കൂളായിട്ടിരിക്കുകയാണ്. കുട്ടികൾ ബാക്കിലാണ്. നമ്മളവിടെ നിന്ന് കുറച്ച് സാധനങ്ങളടക്കം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഇങ്ങോട്ടേക്ക് വരില്ലേ. പപ്പീസിന് പപ്പി അടിച്ചിട്ടില്ലേ, അതൊരു ടെൻഷനുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നിർത്തി. അവരെ വാഗ്യ ബാക്കിലേക്കൊക്കെ പോയി കുട്ടികൾക്കൊക്കെ ഒന്ന് കുറച്ച് പാലൊക്കെ കൊടുത്ത് ഉഷാറാക്കി. നമ്മൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തി. ഇതിവിടെ നമ്മുടെ ഇതുകളൊക്കെ നോക്കി ഈ മാജിക്കിനൊക്കെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പയ്യനാണ് കേട്ടേക്കർ. ആ ചെക്കനെ വായി വരട്ടിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഇതിൽ തന്നെ ചെക്കനെ വരട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു 2 മണി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടോ. അവിടെ നിന്നൊരു 11 മണിയപ്പോൾ പുറപ്പെട്ടതാണ്. ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 10-11 മണി വരെ ജാക്കിയുടെ ട്രെയിനിങ് ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്നു. അവിടെ മാജിക് ഉണ്ട്. ഇവിടെ നമ്മുടെ ഹൗസിംഗ് കോളനിയിലത്തെ പിള്ളേരൊക്കെയാണ്. എല്ലാവരും ഭാഗ്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ. ഈവനിങ് റോസ്കോയും മാജിക്കും ഇവരൊപ്പം പോയിട്ട് നല്ലപോലെ കളിക്കും.
മാജിക്കിനെ കുറേ ഒരു 15 ദിവസത്തിന് ശേഷമാണ് ബാഗി കാണാൻ പോണത്. എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. റോസ്കോയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയി. റോസ്കോയ്ക്ക് ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസാണ്. കേങ്ക്രോസോ ബ്രീഡാണ്. ഇവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസുകളും പപ്പിയുടെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ നമുക്കിടാം, ഇവൻ്റെ മാത്രമായിട്ട് റോസ്കോരെ. അപ്പോൾ പപ്പിയിലെടുത്തിട്ട് നോക്കി വളർത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓഫ് ലീഷും നല്ല ഒബീഡിയൻസൊക്കെ. ഇപ്പോൾ റോസ്കോറെ ട്രെയിനിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 ഡേയ്സ്, ഒരു 10 ദിവസം 12 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. 15 ഡേയ്സിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ. ബാഗ് ഫുള്ള് സെർച്ച് ചെയ്യാണ്. മാജിക്ക് നമുക്ക് വെൽക്കം ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് റോസ്കോ ഫ്രണ്ടിൻ്റെ. കുറച്ച് ദിവസത്തിന് ശേഷം കണ്ട എൻ്റെ എക്സൈറ്റ്മെൻറ്റും കളികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാജിക് ഇപ്പോൾ നല്ല കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്തൊക്കെ നമ്മുടെ വീഡിയോസുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും മാജിക്കിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നല്ലൊരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് ഡോഗ്. ഇതാണ് ഋഷി. ഇവനാണ് ഇവരെ കൊണ്ടുപോയിട്ട് അടിയിലൊക്കെ കൊണ്ടുപോകാറ്. നല്ല പിള്ളേരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യിപ്പിച്ചു. ഇവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ റോട്ട് വില്ലർ ചെറിയ കുട്ടീനെ കടിച്ച് ആ കുട്ടി മരിച്ചതോട് കൂടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല സോഷ്യലൈസേഷനും സൊസൈറ്റിയിലൊക്കെ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യിപ്പിച്ചെടുക്കുക. ഭാഗ്യയുടെ കുട്ടീനെ കൊണ്ടുവന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ശ്രദ്ധിക്കുന്ന മാജിക്കിൻ്റെ ഹെൽത്താണ്. മാജിക്കിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ കോട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഭാഗ്യയുടെ പപ്പീസിന് പപ്പി DP ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഓക്കെ, ടെൻഷൻ പിന്നെയില്ലേ. ഇതെൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വൈഫാണ്. സ്റ്റുഡൻറ്റും വൈഫും കൂടി വന്നതാണ്. ആയുഷ് എന്നാണ് പേര്. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞതാണ് അവർ. അപ്പോൾ അവരൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അവർ പണ്ട് അങ്ങോട്ട് പോയിരുന്ന സ്ഥലമൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അവിടേക്ക് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അവസാനമാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വരാൻ. ഇവർ ഭാഗ്യനെ കാണാൻ വേണ്ടി വന്നതെന്നാണ് പറഞ്ഞു. ഭാഗ്യനെ ഇവർക്കറിയാം. ഭാഗ്യ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂടെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ കൊണ്ടുപോയി. ഭാഗ്യയിൽ ക്രോസിങ് കഴിഞ്ഞ് ഗുരുവായൂർ പോയി ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. മാജിക്കിനെ ഇടയ്ക്കെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. മാജിക് കുട്ടികളെയൊക്കെ നോക്കാൻ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. ഞങ്ങൾ മാജിക്കും റോസ്കോയും കൂടിയിട്ട് ഇവർ പറഞ്ഞു നല്ലൊരു പ്ലേസാണ്, ഒരു റിവറിൻ്റെ തീരത്താണ്, ബ്യൂട്ടിഫുള്ളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. നല്ല സൺസെറ്റ്, നല്ല സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോണത്. എങ്ങനെയുണ്ടാവും അവിടുത്തെ ഇതുകളെന്ന് അറിയില്ലേ, ക്രൗഡും കാര്യങ്ങളൊക്കെ. എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവന്മാർ രണ്ടുപേരും ഭാഗ്യരത്രയ്ക്ക് മെച്ചോർഡല്ല. വാലൻറ്റൈൻസ് ഡേയും അവിടെയുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാളും ഓഫ് ലീഷിലാണ്. ലീഷ് പോലും എടുത്തിട്ട് പോലും വെച്ചിട്ടില്ല. അവിടെയൊക്കെ ഈ തമ്പാക്കുവിൻ്റെ കൃഷിയൊക്കെയാണ്. बीटल लीव्स, अच्छा वो पान जैसे ही होते हैं बट पान के छोटे होते हैं. इससे वो ड्राई होके उसको सुखा दे और उसका तंबाकू बनता है. ठीक है, तो इसका नाम है, ये बहुत फेमस कैफे है बड़ौदा का, बड़ौदा कायक्स करके. Oh my God, for the first time ever इतना भरा हुआ देखा है मैंने. तो आपके वेलकम में आज इतने सारे लोग हैं सर ऑलरेडी आज.
बढ़िया दिन वेलकम मिला इतनी नहीं होती है जनरली, आज पहली बार इतनी है। मैं और आयुष यहाँ बहुत आते थे शादी से पहले। अच्छा ये नदी के नाम क्या बोला आयुष मही नदी सर, मही सागर। ഇവിടെ എത്തിയിട്ട് ഇനി ഇവരൊന്ന് ഇറക്കിയിട്ട് ഒന്ന് ഫ്രീ ആക്കണം അവരെ. പെട്ടെന്ന് തന്നെ നമ്മൾ ഇവരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇവരൊന്ന് ഫ്രീ ആക്കി യൂറിനും ബോട്ടൊക്കെ കഴിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഒന്ന് കാമാക്കി ഈ ഒരു സ്ഥലത്തിനോട് ഒന്ന് സെറ്റാക്കണം. പിള്ളേർ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിയൊരു നദി തന്നെയാണിത്. ആയുഷിൻ്റെ അടുത്ത് ചോദിക്കാൻ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം പിള്ളേരൊന്ന് അവരെ എനർജിയൊക്കെ ഒന്ന് റിലീസ് ചെയ്തോട്ടെ. कैफे हम लोग वी कैन गो डाउन आल्सो पूरा, और ऐसा स्लोप है। अच्छा तो यहाँ पे अभी हमको जाके देखेंगे कैसा है. ए मैजिक गुड. अरे यार आपको वॉशरूम है सर? नैप पुश सिट. ज़्यादा मस्ती नहीं करना, समझे? ये पोटी कर रहे, करेगा, जल्दी कर दो. हाँ करेगा, करने देना, चलेगा। चलेगा. ओके। अभी डॉग से डर रहे तो है ना, गैस बढ़ जाएगा पेड़ पे. अभी ट्रैवलिंग का टाइम अलग टाइम में स्ट्रीट डॉग्स भी मिला. ओके नफ क्यों पुश मैजिक. ഇപ്പം നമ്മൾ ഓഫ് ലീഷിലാണ് അങ്ങോട്ട് പോകാൻ പോണത്. ആയുഷും നമ്മുടെ അടുത്ത് വന്നിട്ട് ബിഹേവിയറിങ് കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഓഫ് ലീഷ് അത്യാവശ്യം നല്ല റഷ് ഉണ്ടെന്ന്. നല്ല അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുകയെന്ന്. ചെറിയ കുട്ടികളൊക്കെ അടുത്തോട്ട് വരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയായിട്ട് നല്ല രീതിയിൽ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കൂളാണ് അവർ. മേജിക്കായാലും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അവിടെ. അതാണ് എനിക്ക് കപ്പിൾസുകൾ നല്ല രീതിയിൽ ഇരുന്ന് കൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് ഒരു കുത്തി മറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഓടും. അപ്പോൾ അവിടെയുള്ള പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ ഒരു കഫേയിൽ വന്നു. ഡോഗ് ഫ്രണ്ട്ലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞു നമ്മൾ മേജിക്കായിട്ട് പോയി തിരിച്ച് പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി.